ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനുദ്ദീൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മുടെ പുതിയ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഷെയർ മാർക്കറ്റ് വളരെ ഉയർന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ കറക്ഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് വെച്ചാലും നമ്മൾ കുറച്ച് കാലത്ത് അവർ ഇത് പരിശോധിച്ച് വരികയാണെങ്കിൽ വലിയ ഒരു പുരോഗതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യം എടുക്കുകയാണെന്ന്, റിലയൻസ് ഇൻഡസ്ട്രീസ് അതിൻ്റെ വിപണി മൂല്യം റെക്കോർഡ് നേട്ടത്തിലെത്തിയിരിക്കുകയാണ്. 20 ലക്ഷം കോടി പിന്നിട്ടു എന്നാണ് പറയുന്നത്. 20 ലക്ഷം കോടി പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ വളർച്ചയാണ് കാണിക്കുന്നത്. അതിൽ കമ്പനികളിൽ ആളുകൾ താല്പര്യം എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിദേശ കമ്പനികൾ, ഇന്ത്യൻ FIIs ഇവരൊക്കെ അതിൽ വലിയ താല്പര്യം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ വിപണി മൂല്യത്തിൽ 1 ലക്ഷം കോടി രൂപയിലേറെ വർധനയുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരു അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു ഇന്ത്യൻ കമ്പനി ഇത്രയധികം വളർച്ച കൈവരിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റു രാജ്യത്തെ പല കമ്പനികളും സാമ്പത്തിക വ്യവസ്ഥകളും ഒക്കെ താഴോട്ട് പോകുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ആ ഒരു സാമ്പത്തിക വ്യവസ്ഥ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണമായിട്ട് വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഉപഭോക്തൃ രാജ്യമാണ് ഇന്ത്യ. ഒരു ഉപഭോക്തൃ രാജ്യം എന്ന് പറയുമ്പോൾ ഇത്രയും അധികം ജനങ്ങളുടെ രാജ്യത്ത് എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിന് അതിൻ്റെതായ ഉപയോഗങ്ങൾ ഉണ്ടാവുമായിരിക്കും. മൊബൈൽ ഫോണാകട്ടെ, വാഹനങ്ങളാകട്ടെ, കാറാകട്ടെ, കാർഷിക ട്രാക്ടറുകളാകട്ടെ, ഇതൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളാകട്ടെ, ഇതൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ ഉപയോഗം വർദ്ധിക്കുകയും അതിൻ്റെ ഗുണഭോക്തൃ സ്ഥിതി, അതിൻ്റെ ആ നേട്ടങ്ങൾ ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടാനുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് വളരെ നല്ല ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്, ട്രേഡേഴ്സിനെ കുറിച്ചല്ല. ട്രേഡേഴ്സ് അവരുടെ സ്വന്തം താല്പര്യത്തിന് ഓരോന്ന് ചെയ്യുക. ഇതും നമ്മളൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ നിങ്ങൾ നിക്ഷേപിക്കണം അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളുടെ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ 10-20 വർഷത്തെ മാർക്കറ്റ് റിസർച്ച്, അതായത് ICICI ഡയറക്റ്റ്, സിറോദ, ഇങ്ങനെയൊക്കെയുള്ള പല DBFS കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച്, മാർക്കറ്റ് റിസർച്ചിൻ്റെ ഭാഗമായിട്ടോ മറ്റ് പഠനങ്ങളുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളുടെ മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മളുടെ പുസ്തകങ്ങളുണ്ട്, മറ്റ് പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ പ്രേക്ഷകർക്കൊക്കെ അറിയാം, ഞാൻ എഴുതാറുണ്ട് പ്രസിദ്ധീകരണങ്ങളിലൊക്കെ. മാധ്യമം, മാതൃഭൂമി, ദേശാഭിമാനി പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതാറുണ്ട്. ഈ പ്രസിദ്ധീകരിച്ച് വന്ന കഥകളും ലേഖനങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ 4-5 പുസ്തകങ്ങൾ നമ്മളുടെ വന്നിട്ടുണ്ട്. അത് DC ചെയ്തിട്ടുണ്ട്, ഒലിവ് പബ്ലിക്കേഷൻസ്, പ്രഭാത് പബ്ലിക്കേഷൻസ്, ഇങ്ങനെ പല പബ്ലിഷേഴ്സ് നമ്മുടെ പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മുടെ പുസ്തകം കഴിഞ്ഞ 2 വർഷം മുമ്പേ ഇറങ്ങിയായിരുന്നു. ഇത് ഷെയർ മാർക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഷെയർ മാർക്കറ്റിലൂടെ നേട്ടമുണ്ടാക്കാം. ഈ പുസ്തകത്തിലാവട്ടെ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഒരു സാമ്പത്തിക സാക്ഷരതയുടെ യജ്ഞമായിട്ട് തന്നെയാണ്. അതിൻ്റെ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമുക്കതിൻ്റെ 2ാം പതിപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ 2ാം പതിപ്പായിട്ടുണ്ട്, ഒലിവ് 2ാം പതിപ്പ് ചെയ്തു. അതിനും തരക്കേടില്ലാത്ത ഒരു പ്രതികരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും കിട്ടിയിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചു വായിക്കാം. ഒലിവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഒലിവ് പബ്ലിഷേഴ്സ്, കോഴിക്കോട്. അപ്പോൾ നമുക്ക് വീണ്ടും റിലയൻസിലേക്ക് വരാം. മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് 20 ലക്ഷം കോടി മറികടന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായിട്ട് മാറിയെന്നാണ് പറഞ്ഞത്. 20 ലക്ഷം കോടി വിപണി മൂല്യം മറികടക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ്. അപ്പോൾ അതിൻ്റെ പ്രഥമ പരിഗണന ഉണ്ട് എന്ന് തന്നെ പറയാം. അതായത് ഫെബ്രുവരി 13 ഓഹരി വില 1.8% ഒറ്റ ദിവസം ഉയർന്നു. അങ്ങനെ 2958 രൂപയിലെത്തിയപ്പോഴാണ് ഈ വൻ നേട്ടം കമ്പനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. 2 ആഴ്ചക്കുള്ളിൽ വിപണി മൂല്യത്തിൽ 1 ലക്ഷം കോടി രൂപയിലേറെ വർധനവാണ് ഉണ്ടായത്. 2024 ജനുവരിക്ക് ശേഷം ഓഹരി വില 14% ഉയരുകയും ചെയ്തു. ഇതൊക്കെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആളുകൾക്ക് അതിലുള്ള ട്രസ്റ്റാണ്. ഇപ്പോൾ വിദേശത്തു നിന്നാണെങ്കിലും ഇപ്പോൾ മുബാദില, അതുപോലെ മറ്റ് പല വിദേശ കമ്പനികളും ഈ അമേരിക്കയിൽ നിന്നൊക്കെയുള്ള പല
ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളൊക്കെ ഈ റിലയൻസിൻ്റെ ഓഹരി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അവർക്ക് നിരവധി ബിസിനസ്സുകളും ഉണ്ട് റിലയൻസിന്. രാജ്യത്തെ ഓഹരി വിപണിയുടെ ചരിത്രത്തിൽ സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ മുൻനിരയിലുള്ള കമ്പനിയാണ് റിലയൻസ് എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. 2005 ഓഗസ്റ്റിൽ 1,00,000 കോടി രൂപയുടെ വിപണി മൂല്യം നേടിയ കമ്പനി 2019 10 ലക്ഷം കോടി എന്ന നാഴികക്കല്ല് പിന്നിടുകയും ചെയ്തു. തൊട്ടടുത്ത് നിൽക്കുന്ന ഭീമന്മാർ എന്ന് പറയുമ്പോൾ TCS 15 ലക്ഷം കോടി, HDFC ബാങ്ക് 10.5 ലക്ഷം കോടി, ICICI ബാങ്ക് 7 ലക്ഷം കോടി, ഇൻഫോസിസ് 7 ലക്ഷം കോടി എന്നിങ്ങനെയൊക്കെയാണ് മറ്റ് മുൻനിര കമ്പനികളുടെ വിപണി മൂല്യങ്ങൾ. അതുപോലെ തന്നെ ഇവരുടെ ഒരു മാർക്കറ്റിംഗ് ശൃംഖല എന്ന് പറയുമ്പോൾ റീറ്റെയിൽ ബിസിനസ്സിലുണ്ട്. റീറ്റെയിൽ ബിസിനസ്, ഡിജിറ്റൽ സേവനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വിവിധ സാമ്പത്തിക സേവനങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ തന്നെ നേരത്തെയുള്ള കാര്യങ്ങളാണ് ടെലികോം, ഓയിൽ, അതുപോലെ തന്നെയുള്ള ഓയിൽ എക്സ്പ്ലോറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അവർ റിലയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ മേഖലകളിൽ അവരുടെ സാന്നിധ്യമുണ്ട്. ഇത്രയൊക്കെയാണ് റിലയൻസിൻ്റെ ഈ കുതിച്ചുചാട്ടത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചുള്ള സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അത്. പ്രത്യേകിച്ചും ഈ പ്രവാസികൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരത വളരെ കുറവാണ്. അവർ കിട്ടുന്ന കാശൊക്കെ നാട്ടിലേക്ക് അയച്ചുകൊടുത്ത് വെറും കൈയോടെ മടങ്ങുന്ന സ്ഥിതിയുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരിലും എത്തിക്കുക, ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആളുകളിലേക്ക് ഇത് എത്തുക. അപ്പോൾ കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവട്ടെ. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഞാൻ പുന്നയൂർകുളം സൈനുദ്ദീൻ, സൈനിങ് ഓഫ്.